മുത്തശ്ശൻ കണ്ടിട്ടുണ്ടോ ആദ്യത്തെ തൃശ്ശൂർ പൂരം? ആദ്യത്തെ തൃശ്ശൂർ പൂരോ? അതൊക്കെ കുറെ കൊല്ലം മുമ്പല്ലേ മോളെ. ഒരു 1796-98 സമയം. അന്ന് തൃശ്ശൂരിൽ നിന്നും കുറേ ദേശങ്ങൾ ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാൻ പുറപ്പെട്ടു. പക്ഷേ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു ഭയങ്കര മഴ. മഴ കാരണം നമ്മുടെ തൃശ്ശൂർ ദേശക്കാർക്കാണെങ്കിലോ ആറാട്ടുപുഴയിലേക്ക് സമയത്തിന് എത്താനും പറ്റിയില്ല. അതുകൊണ്ട് അന്നത്തെ ആറാട്ടുപുഴ നാടുവാഴികള് തൃശ്ശൂർ ദേശങ്ങളെ പൂരത്തുനിന്ന് അങ്ങോട്ട് വിലക്കി. ഒരുപാട് ആശിച്ചു പോയ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം തൃശ്ശൂർക്കാർ ഓടി വന്ന് പറഞ്ഞത് അന്നത്തെ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനോടായിരുന്നു. ഈ രാമവർമ്മ തമ്പുരാനെ വേറൊരു പേര് കൂടിയുണ്ട്, ശക്തൻ തമ്പുരാൻ. ദേശക്കാരുടെ സങ്കടം കേട്ടിട്ട് തമ്പുരാൻ പറഞ്ഞു, സങ്കടപ്പെടാണ്ടിരിക്കുക, പൂരം ഇനി നമ്മൾ നടത്തും. ഈ ലോകം മുഴുവൻ പൂരം കാണാൻ ഇനി നമ്മുടെ മണ്ണിൽ വരും. ആറാട്ടുപുഴ പൂരവും തൃശ്ശൂർ പൂരവുമെല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കുമെങ്കിലും അന്നത്തെ നാടുവാഴികളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടവർക്കും തിരിച്ചുവരവുണ്ടെന്ന് തെളിയിച്ച ഒരു ജനതയുടെ കഥയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം. അതിന് നേതൃത്വം കൊടുത്ത മഹാനായ ഒരു രാജാവിന്റെയും കഥ. തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം പറയുന്ന ഈ AI റീല് ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രമൊക്കെ തൃശ്ശൂർക്കൊക്കെ അറിയാം. പക്ഷെ അത് AI സഹായത്തോടെ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അതൊരു പുതിയ അനുഭവമാണ്. ഇത് ചെയ്തത് 2 തൃശ്ശൂരുകാരാണ്. 2 പേരുടെയും പേര് ഗോകുൽ എന്നാണ്. നമ്മളൊപ്പം അവർ ചേരുന്നുണ്ട്. സത്യത്തില് ഈ നമുക്ക് പൂരത്തിന്റെ ചരിത്രം എല്ലാവർക്കും കേട്ടറിവൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിങ്ങനെ കാണുന്ന തരത്തിലേക്ക് AI സാങ്കേതികവിദ്യയോടെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു അനുഭവമാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് തന്നെ ആ കഥ ചെറുപ്പം തൊട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറി അതിലുണ്ട്. ഇപ്പൊ ശക്തൻ തമ്പുരാന്റെ ഒരു എൻട്രി, അവര് വന്ന് ഈ വിഷമം പറയുന്നത്, ഇപ്പൊ പൂരം നമ്മൾ ഇവിടെ നടത്തും എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ്, അപ്പൊ അതിലൊരു സിനിമാറ്റിക് ഫീൽ എന്തായാലും ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അഡ്വർടൈസിങ് ഏജൻസിയാണ്. അപ്പൊ സിനിമ ചെയ്യണമെന്നും അതുപോലെ നല്ല കണ്ടന്റുകൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യവും ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ ഇതെന്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു പരിപാടി ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്തായാലും അതിലുണ്ട്. അപ്പൊ അങ്ങനെ വർക്കൗട്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് പഴയതായതുകൊണ്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളും വരും. അപ്പോഴാണ് ഈ AI ഒരു ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ അതുമായിട്ട് നമ്മൾ എൻഡ് ചെയ്ത് ചെയ്യും. റെഫറൻസ് നമ്മൾ ഇപ്പോഴത്തെ എന്താ പറയാ പൂരത്തിന്റെ നോർമൽ സ്റ്റില്ലുകൾ കാര്യങ്ങൾ അതൊക്കെ എടുത്ത് അതിൽ നിന്ന് ഏറ്റവും കിട്ടാവുന്നതിൽ ബാക്കോട്ട് പോയിട്ടുള്ള നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബാക്കിലെ സോഴ്സ് ഉണ്ടല്ലോ, ഒരു 1960-70 വരെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഇന്നത്തെ വെച്ചിട്ടുള്ള കുറച്ച് റെഫറൻസ് ഒക്കെ പിടിച്ചിട്ടാണ് വർക്കൗട്ട് ആയത്. ചിലതൊക്കെ ഒട്ടും മാച്ച് ആവാത്ത പരിപാടികൾ കിട്ടി, എന്നിട്ടും വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയത്. ഒരുപാട് സമയം എടുത്തോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ? ഒരു 10 ദിവസത്തോളം ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അതെ, പൂരത്തിന് മുന്നേ ഇറക്കി കഴിഞ്ഞാൽ നല്ലതാണല്ലോ. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ്. നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് ചെയ്തിറക്കുമ്പോൾ തൃശ്ശൂർക്കാരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിലൊരു ക്ലിക്ക് ആയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല രീതിയിൽ വൈറലായി. ഇപ്പൊ തന്നെ ഒരു 5 ലക്ഷത്തോളം ആൾക്കാരുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇത് പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം എത്ര വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പരസ്പരം പറയാറുണ്ടായിരുന്നു, ഇത് ഞങ്ങൾ എന്താ പറയാ ഹിറ്റ് അടിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തന്നെ പറയാം. അപ്പൊ ഒന്നെങ്കിൽ ഞങ്ങൾ ഇത് ഹിറ്റ് അടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡിപ്രഷൻ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടായിരുന്നത്. കാരണം ഇത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ എന്തായാലും അതിന് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. എന്താണ് ഇതിന്റെ ഒരു ഊർജ്ജത്തിൽ അടുത്തത് ചെയ്യാം? ഉറപ്പായിട്ടും നമ്മളിപ്പോ എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മളിപ്പോ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയാണ്, ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പോ അതിനെ ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വീഡിയോ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേഷൻസ് ആയിക്കോട്ടെ, ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തൃശ്ശൂരിലൊരു ബ്രാൻഡായി മാറാൻ പൂരം കളറായി. അതെ, ഉറപ്പായിട്ടും കളറാക്കി.
ഈ AI സാങ്കേതികവിദ്യയുടെ മികവ് അത് ചരിത്രം പറയുന്നതിൽ എത്രമാത്രം സഹായിക്കുമെന്ന് ഈ ഒരു അവരുടെ വീഡിയോ തന്നെ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ അവരുടെ ഉദ്യമം അത് വലിയ വിജയമായതിലും എല്ലാവരും സ്വീകരിച്ചതിലും വലിയ സന്തോഷമാണ് ഇവർക്ക്. അതാണ് പൂരം കളറായതിന്റെ ഒരു സന്തോഷം ഇവർ പങ്കുവച്ച് നമ്മളോട് പറഞ്ഞതും. KP സനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.